ഒരു ദിവസം കൊണ്ട് കാടും കാടിൻ്റെ വന്യതയും ആസ്വദിച്ച് ഒരു യാത്ര. കാടിനെയും കാട്ടുപാതകളെയും ഇഷ്ടമുള്ളവർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഈ റൂട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല. കേരളത്തിൽ ആതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൾപ്പാറയിലേക്കുള്ള ആ സുന്ദര പാതയെക്കുറിച്ചാണ്. എത്രമാത്രം സുന്ദരമെന്ന് പറഞ്ഞാലും അത്രത്തോളം തന്നെ അപകടം പിടിച്ചതുമാണ് ഇവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നല്ല, 40ഓളം ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയുണ്ട് ഇതിൻ്റെ അവസാന ലാപ്പിൽ. ഇതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്, വാൾപ്പാറയിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നമ്മളുടെ ബൈക്കിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പേരും മറ്റ് രേഖകളും കാണിച്ച ശേഷം നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും. പലരും യാത്ര തുടങ്ങുന്നത് ആതിരപ്പള്ളിയിൽ നിന്നായിരിക്കും. എന്നാൽ ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് വാഴച്ചാലിൽ നിന്നായിരുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കഥ ആകെ മാറുകയാണ്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാടിൻ്റെ വന്യമായിട്ടുള്ള ഭംഗി നമ്മളെ തേടിയെത്തും. ചുറ്റും ഇടതൂർന്ന മരങ്ങളുമൊക്കെയായിട്ട് ഒരു നിഗൂഢമായിട്ടുള്ള ഫോറസ്റ്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആതിരപ്പള്ളിയിൽ നിന്നും വാൾപ്പാറയിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ദൂരത്തിലധികമുണ്ട്. അപ്പോൾ ഇത്രയും ദൂരത്തിൽ ഭൂരിഭാഗവും കൊടും കാട്ടിനുള്ളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില്ലറ കിലോമീറ്റർ ഒന്നുമല്ല ഈ ഒരു കാട്ടിനുള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വനപാത ഇനി എന്തൊക്കെ കാഴ്ചകളാണ് എനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ധാരാളം വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയോ മറ്റ് വന്യജീവികളെയോ നമുക്ക് വഴിയിൽ കാണാൻ സാധിച്ചേക്കാം. ഞാനും തൊട്ടുമുമ്പിലുള്ള വാഹനവും നിർത്തിയത് കൊണ്ടാവാം വഴിയെ പോയ എല്ലാവരും ഇവിടെ നിർത്തി. കാര്യം എന്താണെന്നറിയാൻ വേണ്ടി ഇറങ്ങി മുന്നോട്ട് ചെന്ന് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച, ആദ്യ നോട്ടത്തിൽ എനിക്കവിടെ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. കുറച്ച് ദൂരെയായിട്ട് കാടിൻ്റെ ഉള്ളിൽ ഒരു അനക്കം മാത്രമായിരുന്നു കേട്ടത്. എന്നാൽ അവിടെ ഉള്ളതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാടിൻ്റെ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു ഒറ്റയാൻ, കാടിൻ്റെ യഥാർത്ഥ അവകാശി. എന്നാൽ അധിക നേരം ഞാൻ അവിടെ നിന്നില്ല. ഇതൊരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വാൾപ്പാറ എത്തി അവിടുന്ന് പൊള്ളാച്ചി ചുരം ഇറങ്ങി തിരിച്ച് നാട് പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആനക്കുട്ടനോട് ഇതേ ഒരു ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വേഗം വണ്ടിയെടുത്തു. ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആനിമൽ സൈറ്റിംഗ് ഒക്കെ സർവ്വസാധാരണമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനും അതേപോലെ തന്നെ ആനമലൈ ടൈഗർ റിസർവും കൂടെ ചേർന്ന് കിടക്കുന്ന വലിയൊരു കാട്ടിനുള്ളിലാണ്. അങ്ങനെ ഞങ്ങൾ ദേ മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. നീണ്ട ഒരു 1.25 മണിക്കൂർ നേരത്തെ യാത്രക്കൊടുവിൽ ഏകദേശം 55 കിലോമീറ്റർ ദൂരത്തോളം ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഈ റൂട്ടിലെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പായിട്ടുള്ള മലക്കപ്പാറയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു കേരള ഗ്രാമം തന്നെയാണ്, എന്നാൽ തമിഴ് ടച്ചുള്ള മലയാളം ഗ്രാമം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് കഴിഞ്ഞാൽ ഇതിനാൽ അങ്ങോട്ടേക്ക് തമിഴ്നാടൻ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ മലക്കപ്പാറയുള്ള ചെറിയൊരു നാടൻ ചായക്കടക്ക് മുമ്പിൽ വണ്ടി നിർത്തി ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്തായിട്ട് കുറച്ച് കൊച്ചു കുട്ടികളെ കണ്ടത്. നിഷ്കളങ്കമായിട്ടുള്ള ചിരിയുള്ള കാടിൻ്റെ മക്കളായിട്ടുള്ള ആദിവാസി കുട്ടികൾ. അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണമല്ലോ എന്ന് തോന്നിയ സമയത്ത് അവിടെ കണ്ട ഒരു ചെറിയൊരു സ്വീറ്റ്സ് കണ്ടു. ഇവിടെ അത് മാത്രമാണ് ഏറ്റവും വില കൂടിയതുള്ളത്. വേറെ വലിയ വലിയ ചോക്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അത് ഞാൻ അവർക്ക് വാങ്ങിക്കൊടുത്തു. ഞാൻ കൊടുത്ത സ്വീറ്റ്സ് ആ പിള്ളേർ എല്ലാവരും വാങ്ങി. ഒരു പയ്യൻ മാത്രം താഴോട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ്സ് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവൻ ചാടി മുകളിലോട്ട് കയറി വന്നു. അപ്പോൾ കൊടുത്ത സമയത്ത് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കൊടുത്തു കഴിഞ്ഞ ശേഷം മനസ്സുകൊണ്ട് ഞാനും ഹാപ്പി ആയിരുന്നു. അങ്ങനെ മലക്കപ്പാറയിലെ ഈ ഒരു കൊച്ചു കുരുന്നുകളോടൊപ്പമുള്ള കുറച്ച് നേരത്തെ കുശലം പറച്ചിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വണ്ടി എടുത്തത് മുന്നോട്ടേക്കുള്ള യാത്ര തുടർന്നു.
അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് വാൾപ്പാറ ടൗണാണ്. അപ്പോൾ വാൾപ്പാറ ടൗണെത്തണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരം പോകാനുണ്ട്. റോഡ് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. വളരെ കൂളായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മലക്കപ്പാറയിൽ നിന്നും വാൾപ്പാറയിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി സൈഡാക്കി. ഒരു കുഞ്ഞരുവി, പക്ഷേ വേനൽക്കാലമായതുകൊണ്ട് ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ പോയത് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉള്ള വെള്ളത്തിന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും വാൾപ്പാറ ലക്ഷ്യമാക്കി നീങ്ങി. മലക്കപ്പാറയ്ക്ക് ശേഷം വാൾപ്പാറ വരെയുള്ള റൂട്ടെന്ന് പറയുന്നത് അത്ര കൊടും കാടും കാര്യങ്ങളൊന്നും ഇല്ല. പകരം പൂർണ്ണമായിട്ടും നമ്മുടെ തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും ഒക്കെ ആയിട്ട് ആകെ ഒരു പച്ചപ്പമയമാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയ സമയത്താണ് റോഡരികിലായിട്ട് ഒരു വലിയൊരു കാട്ടുപോത്തിനെ കണ്ടത്. അത്യാവശ്യം മസിൽമാനായിട്ടുള്ള വലിയൊരു കാട്ടുപോത്ത് തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഫോണിൽ അതിൻ്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുക്കാനുള്ള ചാർജ് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കണ്ടു. കുറച്ചു നേരം അവൻ്റെ കുസൃതികളും മറ്റുമൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം വണ്ടി നേരെ മുന്നോട്ടേക്ക് എടുത്തു. ഇനി അടുത്ത ലക്ഷ്യം വാൾപ്പാറ ടൗണാണ്. മലക്കപ്പാറയിൽ നിന്നും വാൾപ്പാറയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. കാരണം വഴിയുടെ ഇരുവശത്തും പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ തടാകങ്ങളും കുഞ്ഞു കുഞ്ഞു മരങ്ങളും ഒക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു കിടിലൻ ഗ്രീനറി സെറ്റപ്പാണ് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ വാൾപ്പാറ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി 80 കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് സഞ്ചരിക്കാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 3 മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് നമ്മൾ വാൾപ്പാറ എത്തിയിരിക്കുന്നത്. വാൾപ്പാറ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1059 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനിയാണ് ഈ യാത്രയുടെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഫിനാലെ. വാൾപ്പാറ മുതൽ പൊള്ളാച്ചി വരെയുള്ള ആ വിസ്മയപാത. 1 അല്ല 2 അല്ല, കൃത്യം 40 ഹെയർപിൻ വളവുകൾ. ഒരു റൈഡറുടെ സ്വപ്ന റോഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓരോ വളവ് തിരിയുമ്പോഴും താഴെ വിസ്തൃതമായി കിടക്കുന്ന ആളിയാർ ഡാമിൻ്റെയും സമതലങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ തെളിഞ്ഞു വരും. അപ്പോൾ ഞാൻ മുൻകൂട്ടി ആദ്യമേ നിങ്ങളെ എക്സൈറ്റിംഗ് ചെയ്യിക്കുന്നില്ല. കണ്ടറിഞ്ഞോളൂ ഈ റോഡിൻ്റെ ഏറ്റവും വന്യമായിട്ടുള്ള രൗദ്രഭാവം എന്തെന്ന്. നാൽപ്പതോളം ഹെയർപിൻ ബെൻഡുകളുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളുള്ള ഒരു കൊടും ഭീകരമായിട്ടുള്ളൊരു പാതയാണ് വാൾപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള ഈ ഒരു അവസാന ലാപ്പ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് മാത്രം വേണം ഇതിലൂടെ വാഹനം നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളാരെങ്കിലും ഇനി ഈ വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ഒരു പൊള്ളാച്ചി ചുരം ഇറങ്ങാൻ ശ്രമിക്കുന്നത് പകൽ സമയത്ത് മാത്രമാക്കുക. കാരണം രാത്രി സമയത്ത് ഇതിലൂടെയുള്ള യാത്ര അത്യധികം അപകടം പിടിച്ചതാണ്. ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഏകദേശം 40ഓളം ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങി വേണം പൊള്ളാച്ചി എത്താൻ വേണ്ടി. പക്ഷേ ഇതിൽ 40 ഹെയർപിൻ ബെൻഡുകളും അത്ര റിസ്ക് ഉള്ളതും ഡേഞ്ചർ ഉള്ളതും അല്ല കേട്ടോ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13ാമത്തെ ഹെയർപിൻ ബെൻഡ് മുതലാണ് യഥാർത്ഥത്തിലുള്ള വന്യത
തുടങ്ങുന്നത്, ഏറ്റവും അപകടം പിടിച്ച ടേൺസ് തുടങ്ങുന്നത് 13ാമത്തെ ഹെയർ പിൻ ബെൻഡ് തൊട്ടാണ്. നമ്മളിപ്പോൾ 13ാമത്തെ ഹെയർ പിൻ ബെൻഡിലേക്ക് എത്താൻ ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതി. നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബെൻഡാണ് 13ാമത്തെ ഹെയർ പിൻ ബെൻഡ്. ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. നിങ്ങളാരും തന്നെ ഒരുപക്ഷെ മറന്നു കാണില്ല, ഇതേ വർഷം ഏപ്രിൽ 18-ാം തീയതി ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് നിന്നാണ് ആ ട്രാവലറും ഒപ്പം 10 മനുഷ്യജീവനുകളും ഇവിടെ നിന്നും താഴേക്ക് പതിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സങ്കടമുളവാക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും ഞാൻ ഈ യാത്ര പോയതും വാൾപ്പാറ ദുരന്തം നടക്കുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ്. എന്തിനു വേണ്ടിയായിരിക്കാം ഞാൻ ഇതേ സ്ഥലത്ത്, ഇതേ 13ാം വളവിൽ ഇതേ സ്ഥലത്ത് പോയി വാഹനം നിർത്തി ഞാൻ ഈ താഴോട്ട് നോക്കിയെന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ അധിക നേരം അവിടെ നിന്നില്ല. അവിടെ നിന്നും വണ്ടിയെടുത്ത് മുന്നോട്ടേക്ക് നീങ്ങി. നമ്മുടെ വാൾപ്പാറ പൊള്ളാച്ചി ചുരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 40 ഹെയർ പിൻ ബെൻഡുകളിൽ 40-ൽ നിന്ന് താഴോട്ടേക്കാണ് ഈ ബെൻഡ് ഇറങ്ങി വരുന്നത്. അതായത് വാൾപ്പാറ സ്റ്റാർട്ടിങ്ങിൽ അത് 40ആണ്, പിന്നെ മുന്നോട്ട് പോകുന്നേരം അത് കുറഞ്ഞു വരും, 39, 38, 37 എന്നിങ്ങനെ. അങ്ങനെ വന്ന് ഈ 13 വരെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 13ാമത്തെ ബെൻഡ് തൊട്ട് 13, 12, 11, 10, 9, 8, 7 ഇങ്ങനെ പോകുന്ന എല്ലാ ബെൻഡുകളും നല്ല ഹെവി ഡേഞ്ചറസ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് നിർത്തി കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ. കുറച്ച് ബാക്കോട്ട് പോകാം, ഇടിച്ച് തെറിപ്പിക്കലായിട്ട് ആണോ ഒരു പൊടിക്ക് മുന്നോട്ടോ. ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ലേ? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റൂട്ടിലൂടെ എന്നല്ല ഏത് റൂട്ടിലൂടെയും ചുരം ഇറങ്ങി വരുന്ന സമയത്ത് കയറി വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊക്കെ ടേൺ ചെയ്തെടുത്ത് വരികയാണെങ്കിൽ നമ്മളെ കുത്തിക്കഴപ്പ് കൊണ്ട് മുന്നോട്ടേക്ക് എടുത്ത് വെച്ച് അവർക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഞാനിപ്പോൾ ചെയ്ത പോലെ കുറച്ച് പുറകിലോട്ടായിട്ട് ഒന്ന് നിർത്തി കൊടുക്കുന്നത് അവർക്ക് ഒരു ഉപകാരമായിരിക്കും. ഇനി വളരെ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമുക്ക് താഴെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ യാത്രയുടെ അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് കണ്ടൊരു നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വാഹനം സൈഡാക്കി നമുക്ക് ആളിയാർ ഡാമിൻ്റെ കാഴ്ചയൊന്ന് കണ്ടാലോ. ഈ വാൾപ്പാറ ചുരത്തിന് താഴെ കാണുന്ന വലിയൊരു ഡാമാണ് ആളിയാർ ഡാം. ഇതിൻ്റെ പകൽ സമയത്ത് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു കടൽ പോലെ വലിയ വലുപ്പത്തിലുള്ള ഈ ആളിയാർ ഡാം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഈ യാത്രയുടെ ഏറ്റവും അവസാനത്തെ ഹെയർ പിൻ ബെൻഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഹെയർ പിൻ ബെൻഡ് 1. അപ്പോൾ ഈ ബെൻഡും കൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പൊള്ളാച്ചിയുടെ സമതലത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങനെ 40 ഹെയർ പിൻ ബെൻഡുകളും നല്ല കിടിലൻ ഓർമ്മകളും സമ്മാനിച്ച ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു റൈഡായിരുന്നു ഇത്. ഒരുപക്ഷെ ഇതിലൂടെ പോയ സമയത്ത് ഞാൻ അറിഞ്ഞില്ല ഇത്രക്കും വലിയൊരു ദുരന്തം ഇവിടെ നടക്കാനുണ്ട് എന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാർച്ചിലോ മറ്റോ ഷൂട്ട് ചെയ്ത ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലാണ്. ആ ഒരു ദുരന്തത്തിൽ നിന്നും റിക്കവറാൻ എനിക്ക് പോലും ഇത്രയും സമയമെടുത്തു. അപ്പോഴാണ് ഇവിടെ ഉറ്റവർ നഷ്ടപ്പെട്ട ഇവരുടെ ബന്ധുക്കളുടെ അവസ്ഥ.
മൺമറഞ്ഞു പോയിട്ടുള്ള ആ ജീവനുകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു പുതിയ യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ യുവേഴ്സ് ശ്യാം വിശ്വാസ് സൈനിങ് ഓഫ്. ചേട്ടാ ഈ കൊല്ലങ്കോട് എങ്ങോട്ടാ പോണ്ടേ? കൊല്ലങ്കോട് ആ പൊള്ളാച്ചി പോയിട്ട് പോകണോ? അതിൽ ഇതിലൂടെ വരാറില്ല. ഈ റോട്ട് അവിടെ പോയി നിങ്ങൾ ചോദിച്ചാൽ പറയും. മാപ്പ് ഇട്ട് പോകണ്ടില്ല. ഇവിടെ അങ്കലക്കുറിച്ചി അടുത്ത് പോയിട്ട് ഇല്ലേ നാളെ സുങ്കം പോയിക്കോ. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ ആനമല അങ്ങോട്ട് എടാ മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ?